പാറശാലയിലെ ഗുണ്ടാക്രമണം കൊട്ടേഷൻ കൊടുത്തത് ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ, ഒരു വക്കീല്. പോലീസ് ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ ബൈജുവിനെ അഡ്വക്കേറ്റ് അഖിൽ സുകുമാരനെയും അന്വേഷിക്കാൻ തുടങ്ങി. രണ്ടുപേരും ഒളിവിപ്പോയി. പാറശാല SHOയ്ക്ക് ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ SHO സജി ഇവരുടെ പുറകെ നടക്കുകയാണ്. ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ സിറ്റി AR ക്യാമ്പിലെ ബൈജു ആണ്. അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റാണ് അഖിൽ സുകുമാരൻ അഡ്വക്കേറ്റ്. ഈ സംഭവം ഈ ഗ്രേഡ് SI ബൈജു ചെങ്കൽ സ്വദേശിയായ സജുവും തമ്മിൽ നിരന്തരമായ അതിർത്തി തർക്കം. അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലുമാറ്റും, വേലി കെട്ടും, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും. പോലീസും അടുത്ത് സിവിലും ക്രിമിനലായിട്ട് ധാരാളം കേസുകൾ വളരെ നാളുകളായി ഇത് നടക്കുകയാണ്. അപ്പം ചെങ്കൽ സ്വദേശി സജുവിനെ ഒരു കേസിനകത്ത് ഗ്രേഡ് SI ബൈജു കുരുക്കി അയാളെ 8 ദിവസം റിമാൻഡ് ചെയ്തു. അയാൾ സബ് ജയിലിൽ റിമാൻഡിൽ കിടന്നു. വലിയ വൈരാഗ്യത്തിലായി. അതിന് പകരം ഇയാൾ അതിർത്തി കൂടുതൽ കയ്യേറി, അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറി. അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പം ഒരു കൊട്ടേഷൻ കൊടുത്ത് ഇവനെ അടി കൊടുത്തു കളയാം എന്നാണ് ഗ്രേഡ് SI ബൈജു തീരുമാനിച്ചത്. അതിന് ഇയാളെ ആ ചെങ്കലിൽ വെച്ച് തന്നെ അടി കൊടുത്തു. അത് പോലീസ് CCTV ദൃശ്യങ്ങളൊക്കെ നോക്കി. പാറശാല SHO സജിയുടെ അന്വേഷണത്തില് അത് കുപ്രസിദ്ധനായ ഗുണ്ട ആട് സജിയാണ്. തിരുവല്ലത്തുള്ള ആട് സജി ധാരാളം കേസിലെ പ്രതിയാണ്. അയാളാണെന്ന് മനസ്സിലായി. സുമുഖനാണ്, നല്ല ആരോഗ്യമുണ്ട്, ചെറുപ്പക്കാരനാണ്, കൊട്ടേഷൻ എടുക്കുന്ന ആളാണ്. അയാളെ പാറശാല SHO അറസ്റ്റ് ചെയ്തു. അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് അത് പെരുമ്പഴുതൂരുള്ള കടുക്കറ വീട്ടിലെ അജിയാണ് ഈ കൊട്ടേഷൻ കൊടുത്തത്. അജിക്ക് 37 വയസ്സുണ്ട്. അയാളാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത്. ചെങ്കൽ സ്വദേശി ബൈജു തൻ്റെ വീടിനടുത്തുള്ള ആളെ തല്ലിക്കാനും അല്ലെങ്കിൽ ആട് സജിയെ കൊണ്ട് തല്ലിക്കാനും ഒക്കെ ശ്രമിച്ചത് 50,000 രൂപ ആദ്യം അഡ്വാൻസ് കൊടുത്തെന്നാണ്. ആട് സജിക്ക് 50,000 രൂപ കിട്ടി. അത് 1 ലക്ഷമാണോ 2 ലക്ഷത്തിന്റെ കൊട്ടേഷനാണെന്ന് അറിയത്തില്ല. ഇൻസ്റ്റാൾമെന്റ് 50,000 കൊടുത്ത ശേഷം ആടി നടന്നു. അപ്പൊ ഇയാളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് പെരുമ്പഴുതൂരുള്ള അജി എന്നൊരാളാണ് കൊട്ടേഷൻ ഏറ്റെടുത്തതെന്ന്. അയാളാണ് കൊട്ടേഷൻ നൽകി. അജിയെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അജിയുടെ സുഹൃത്തുക്കളായ കടവങ്കോട് സുജിത്ത്, രവി, 60 വയസ്സുണ്ട് രവിക്ക്. ഇവരാണ് ആ കൊട്ടേഷൻ ഏറ്റെടുത്തത്. അവര് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് അവര് വക്കീലിനെ കണ്ടു, അഖിൽ സുകുമാരനെ കണ്ടു. അഖിൽ സുകുമാരന്റെ ക്ലയന്റാണ് ആട് സജി എന്ന തിരുവല്ലത്തെ കുപ്രസിദ്ധനായ ഗുണ്ട. അയാൾ ഗുണ്ടാ പണി ഏറ്റെടുത്തു. വക്കീല് പറഞ്ഞതാണ്, ബാക്കി കാര്യം വക്കീല് നോക്കിക്കോളും, കേസൊക്കെ വന്നാൽ വക്കീല് രക്ഷപ്പെടുത്തിക്കോളും. ഏതായാലും സജുവിന് നല്ല തല്ല് കിട്ടി. ഗുണ്ടാക്രമണം വന്നു, കൊന്നില്ല. അതിന് കേസെടുത്തു. ആ കേസ് പാറശാല SHO സജിയുടെ അന്വേഷണത്തിൽ ആണ് ഈ ഗുണ്ടാക്രമണം നടത്തിയത് ആട് സജിയാണ് എന്ന് മനസ്സിലായത്. അയാൾ തിരുവല്ലത്തെ കുപ്രസിദ്ധനായ നാട്ടുകാർക്ക് ഭയമുള്ള ഒരു പ്രൊഫഷണൽ ഗുണ്ടയാണ്. ഗുണ്ട പരിപാടി ഏറ്റെടുക്കും, പണം വാങ്ങിക്കും. ഇതൊരു നല്ല കൊട്ടേഷൻ ആയിരുന്നു എനിക്ക് തോന്നുന്നു. ഏതായാലും SI ഈ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ബൈജു കൊടുത്തത് 50,000 ആണ്. അപ്പോൾ കൊട്ടേഷൻ ചിലപ്പോൾ 5 ആയിരിക്കാം, ചിലപ്പോൾ 2 ആയിരിക്കാം. ഏതായാലും ബാക്കി വിവരങ്ങൾ അടുത്ത പാറശാല SHOയ്ക്ക് അറിയാൻ കഴിയുള്ളൂ. ഏതായാലും പോലീസ് അവരിലേക്ക് അന്വേഷണം വന്നപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഒളിവിൽ പോയി. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഏതായാലും അതിനകത്ത് പെരുമ്പഴുതൂരുള്ള അജി, അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസ്. അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന സുജിത്തും രവിയും, കടവങ്കോടുള്ള സുജിത്താണ്, അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 4 പേരെ ഏകദേശം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി 2 പേരെ കൂടെ ലഭിക്കണം. അതൊന്ന് ഗ്രേഡ് സിറ്റി AR ക്യാമ്പിലെ ഗ്രേഡ് SI ബൈജു ആണ്. മറ്റേത് അഡ്വക്കറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന അഖിൽ സുകുമാരനാണ്. നമ്മൾ നോക്കിക്ക് ഓരോ കേസിന്റെയും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ പോകുന്നതെന്ന്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു. അവരുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് 2-3 ആൾക്കാർ കൈമറിഞ്ഞാണ് പോകുന്നത്. അത് അവസാനം അഡ്വക്കേറ്റിന്റെ അടുത്ത് എത്തി.
ഇത്രയും കൈമറിഞ്ഞുകൊണ്ട് സുഖമായിട്ട് ഓപ്പറേഷൻ നടത്താം, പിടി വീഴില്ല എന്ന് അഡ്വക്കേറ്റ് കരുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ബൈജു എന്ന് പറയുന്ന ഗ്രേഡ് എസ്ഐയും കണക്കാക്കിയിട്ടുണ്ടാവും. കാരണം ഇതിനകത്ത് 3-4 കൈമറിഞ്ഞ ശേഷമാണ് വക്കീലിൻ്റെ അടുത്ത് കൊട്ടേഷൻ എത്തുന്നത്. അങ്ങനെയാണ് ആട് സജി രംഗത്ത് വരുന്നത്. അപ്പോൾ ഓരോ വീടുകളിലും ഇതുപോലെ കൊട്ടേഷൻ എടുക്കുന്നതും അടിപൊട്ടുന്നതും വളരെ അധികം ആൾക്കാർ ഇടയ്ക്ക് നിന്ന് പണം അടിച്ചു മാറ്റി അത് അങ്ങനെ സഞ്ചരിച്ച് അത് ഒറിജിനൽ സ്ഥലത്ത് എത്താനായിട്ട് പോലീസിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. പോലീസ് നന്നായിട്ട് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ റൂട്ട് അതിലോട്ട് കറക്റ്റ് സ്ഥലത്ത് എത്തുകയുള്ളൂ. ഇതൊരു ടിപ്പിക്കൽ കേസാണ്. കറക്റ്റ് ആരാണ് കൊട്ടേഷൻ കൊടുത്തത്, ഒരു ഗ്രേഡ് എസ്ഐയും അതുപോലെ തന്നെ ഒരു അഡ്വക്കറ്റും ആണെന്ന് കണ്ടെത്തി. അവർക്ക് കൊട്ടേഷൻ കിട്ടിയത് പെരുമ്പഴുത്തിലുള്ള ആൾക്കാരും, അയാളിൽ നിന്ന് വേറെ 2 പേർക്ക് കിട്ടി. അങ്ങനെ ഒരു 3-4 കൈമറിഞ്ഞാണ് ഇതെവിടെ എത്തുന്നത്. ഒരിക്കലും പിടിക്കില്ല എന്നായിരിക്കും ഗ്രേഡ് സബ് ഇൻസ്പെക്ടറും വക്കീലും കരുതി. പിടി വീണിരിക്കുന്നു ഏതായാലും. അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യും. ഈ കേസിനകത്ത് നല്ല എവിഡൻസ് ഉള്ളത് കൊണ്ട് ഇവരെ കൺവിക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്.